അരിക്കൊമ്പൻ ദൗത്യം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കും. രാവിലെ 8 മണിയോടുകൂടി ദൗത്യം ആരംഭിച്ചു. മയക്കുവെടിയേറ്റ ആന ഇപ്പോൾ പൂർണ്ണമായും മയങ്ങുന്ന നിലയിലേക്ക് പോവുകയാണ്. കുങ്കിയാനകൾ അരിക്കൊമ്പൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ആനയുടെ 4 കാലുകളിലും വടം കെട്ടി ബന്ധിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആനയുടെ കണ്ണ് മൂടിക്കെട്ടി ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതിനായി 2 JCBകൾ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആനയെ കൃത്യമായി വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. വനംവകുപ്പിൻ്റെയും RRTയുടെയും സംഘങ്ങൾ ഇപ്പോൾ ഇതിനായുള്ള ശ്രമം തുടരുകയാണ്. ബിനീഷ് ആൻ്റണി ചേരുന്നുണ്ട്. ഈ ദൗത്യ സംഘത്തിനൊപ്പം ബിനീഷുണ്ട്. ബിനീഷ്, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? കമലേഷ്, ഇപ്പോൾ ദൗത്യം നടക്കുന്ന 8ാം ദിവസത്തിൽ നിന്ന് സിമന്റ് പാലത്തേക്ക് ഈ അരിക്കൊമ്പനെ എത്തിക്കാനുള്ള നടപടിയാണ് തുടരുന്നത്. അരിക്കൊമ്പന്റെ കണ്ണ് പൂർണ്ണമായും കറുത്ത തുണി കൊണ്ട് മൂടി മറച്ചു, കാലുകൾ ബന്ധിച്ചിട്ടുണ്ട്. ഇനി കുങ്കിയാനകളുടെ സഹായത്തോടെ ഇതിനെ റോഡിലെത്തിക്കും. അതിനുശേഷമായിരിക്കും വാഹനത്തിൽ കയറ്റിയ ശേഷമായിരിക്കും റേഡിയോ കോൾ എന്നിവ ഘടിപ്പിക്കുക. ഏതായാലും ഈ ദൗത്യം പൂർത്തീകരിക്കും അല്പസമയത്തിനുള്ളിൽ പൂർത്തീകരിച്ച് വനവകുപ്പ് അടുത്ത സ്ഥലങ്ങളിൽ ഈ അരിക്കൊമ്പനെ എങ്ങോട്ടാണോ കൊണ്ടുപോകാൻ നിശ്ചയിക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ തുടരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഈ ദൗത്യം ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ടുനിന്നാലും ദൗത്യം ഒരു വിജയത്തിലേക്ക് എത്തുന്നതിൽ ഒരു ഏറെ സന്തോഷം തന്നെയാണ് പ്രദേശവാസികൾക്കുള്ളത്. കാരണം 2 ദിവസമായി ഈ മേഖലയിൽ നിരവധിയായിട്ട് കൂടുതലായി ആളുകൾ സഹകരിച്ചിരുന്നു. കാരണം അരിക്കൊമ്പൻ എന്ന ഒരു അക്രമകാരിയായ ആനയെ ഈ നാട് കടത്തുമ്പോൾ പൂർണ്ണമായി തങ്ങൾ സഹകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിരോധാജ്ഞയിൽ ഞങ്ങൾ സഹകരിക്കുന്നത് എന്നുള്ള ഇതെല്ലാം പ്രതികരണങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും അരിക്കൊമ്പൻ ദൗത്യം അല്പസമയത്തിൽ തന്നെ അരിക്കൊമ്പനെ ദൗത്യം നടത്തുന്ന സിമന്റ് പാലത്തിലേക്ക് എത്തിയ ശേഷം അവിടുന്ന് വാഹനത്തിലേക്ക് കയറ്റാനുള്ള നടപടിയാണ് ആരംഭിക്കുന്നത്. കാരണം ഇപ്പോൾ അരിക്കൊമ്പൻ നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം വഴിയില്ലാത്ത യന്ത്രങ്ങൾ സഹോദര കൃത്യമായി വഴി വെട്ടിയ ശേഷമായിരിക്കും അരിക്കൊമ്പനെ റോഡിലെത്തിക്കുക. തുടർന്ന് അരിക്കൊമ്പനെ വാഹനത്തിൽ എത്തിച്ച ശേഷം റേഡിയോ കോൾ ഘടിപ്പിക്കുക അടുത്ത ഘട്ട നടപടി. ഏതായാലും ഈ വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധവും സമരത്തിനൊടുവിൽ ഇപ്പോൾ അരിക്കൊമ്പൻ ഇവിടെ നിന്നും മലയിറങ്ങുമ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഏറെ സന്തോഷം തന്നെയാണ്. കമലേഷ്, ബിനീഷ്, അതുപോലെ ഈ വാഹനത്തിൽ കയറ്റിയ അരിക്കൊമ്പനെ ആദ്യഘട്ടത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? നേരിട്ട് അരിക്കൊമ്പനെ എവിടെയാണോ വിടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി വിടുകയാണോ, അതോ അതിനു പകരം ഈ വനവകുപ്പിൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കൃത്യമായ പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കുമോ മറ്റു കാര്യങ്ങൾ? കമലേഷ്, നിലവിൽ ഈ ഏറെ പ്രതീക്ഷകൾക്കൊടുവിലാണ് അരിക്കൊമ്പനെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു കൃത്യമായ വിവരം വനവകുപ്പ് നമുക്ക് തന്നിട്ടില്ല. കാരണം ഇതിനു മുമ്പ് പറമ്പിക്കുളം നിശ്ചയിച്ചെങ്കിൽ വിദഗ്ധ സമിതി പറമ്പിക്കുളം നിശ്ചയിച്ചെങ്കിലും അവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം മുൻപോട്ട് വന്ന സാഹചര്യത്തിൽ വീണ്ടും അരിക്കൊമ്പൻ ദൗത്യം വൈകുകയായിരുന്നു. എന്നാൽ ഇന്ന് അരിക്കൊമ്പൻ ദൗത്യം പൂർത്തീകരിച്ച് ഈ അരിക്കൊമ്പനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നതിൽ കൃത്യമായ ഒരു വിവരം വനവകുപ്പ് നൽകിയിട്ടില്ല. ഏതായാലും അരിക്കൊമ്പനെ വാഹനത്തിൽ കയറ്റിയ ശേഷമായിരിക്കും ഇത് എങ്ങോട്ടേക്ക് എന്ന കാര്യം കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അരിക്കൊമ്പനെ ഈ ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന സന്തോഷത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഇതിനെ ഏതായാലും ഏറെ നാശം വിതച്ച അരിക്കൊമ്പനെതിരെ പ്രതിഷേധങ്ങളും സമരങ്ങളുമെല്ലാം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ് വനവകുപ്പ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അരിക്കൊമ്പനെ വാഹനത്തിൽ കയറ്റി വനവകുപ്പ് എവിടെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് വനവകുപ്പിന്റെ അടുത്ത ഘട്ട നടപടി. കമലേഷ്, ബിനീഷ്, ഇതിൽ സ്വാഭാവികമായൊരു സംശയം, ഈ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച പരിശോധനകളെല്ലാം നടത്തേണ്ടതില്ലേ? നേരിട്ട് ആനയെ മറ്റൊരിടത്ത് കൊണ്ടുപോയി വിടുന്ന സാഹചര്യമാണോ ഉണ്ടാവുക എന്നതാണ്. ഇക്കാര്യത്തിൽ അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായോ മറ്റ് ആളുകളുമായോ സംസാരിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെങ്കിൽ അതുകൂടി ലഭ്യമാക്കണമെന്നാണ് ബിനീഷിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ അരിക്കൊമ്പൻ്റെ കണ്ണുകൾ പൂർണ്ണമായും മൂടിക്കെട്ടി ഇപ്പോൾ വാഹനത്തിന് അടുത്തേക്ക് അരിക്കൊമ്പനെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കുങ്കിയാനകളും വനംവകുപ്പും ചേർന്ന്